എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് തക്കാളി റൈസാണ്. വലിയവർക്കും കുട്ടികൾക്കും ഈ റൈസ് ഒരുപോലെ ഇഷ്ടമാകും. വീഡിയോ കണ്ടു നോക്കൂ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പാൻ ചൂടായിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് നമുക്ക് ആവശ്യമായ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലോ നെയ്യിലോ ഇഷ്ടമുള്ള ഏത് എണ്ണയിൽ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഒരു 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വയണയിലയും 5 ഏലക്ക ചതച്ചത്, പട്ട, ഗ്രാമ്പു ഇത്രയാണ് എണ്ണയിലേക്ക് ഇടുന്നത്. ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായ ശേഷം നമുക്ക് വെളുത്തുള്ളി ചേർക്കാം. ഇത് 2 തുടം വെളുത്തുള്ളിയാണ്. റൈസിൽ വെളുത്തുള്ളി ചേർക്കുന്നത് നല്ല മണവും ടേസ്റ്റുമാണ്. അതുകൊണ്ട് കൂടുതൽ വെളുത്തുള്ളി ചേർക്കുന്നത് ആരോഗ്യത്തിനും നല്ലതാണ്. 3 സവാള അരിഞ്ഞത് ചേർക്കാം. സവാളയും നന്നായിട്ടൊന്ന് വാടി വരണം. ഒരു 1/4 സ്പൂൺ ഉപ്പ് ചേർക്കാം. കുറച്ച് പുതിനയില, ഉള്ളി നന്നായിട്ട് വാടി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി പൊടികൾ ചേർക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 3/4 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി. പൊടികളുടെ ഒരു പച്ചമണം മാറുന്നതുവരെ ഇളക്കി കൊടുക്കാം. ആറ് തക്കാളി മിക്സിയുടെ ജാറിൽ വെച്ച് അരച്ച് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. അതാണ് ഈ കൂട്ടിലേക്ക് ഒഴിക്കുന്നത്. ഈ തക്കാളിയിലുള്ള വെള്ളമെല്ലാം വറ്റി വരണം. ഒരു 1/2 സ്പൂൺ ഉപ്പ് ചേർക്കാം. അല്പസമയം അടച്ചു വയ്ക്കാം. അര സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഈ പുളിപ്പെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനാണ്. ഒന്ന് അടച്ചു വയ്ക്കാം. നോക്കാം. വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് തട്ടിക്കൊടുക്കാം. 1/4 സ്പൂൺ ഉപ്പും 1 സ്പൂൺ ഓയിലും ചേർത്ത് വേവിച്ചെടുത്ത ചോറാണിത്. തക്കാളി ചോറ് തയ്യാറാക്കുമ്പോൾ നല്ല ഡ്രൈ ആവാൻ പാടില്ല. അല്പം ഈർപ്പത്തോടെ ഇരിക്കുന്ന ചോറാണ് കഴിക്കാൻ ടേസ്റ്റ് കൂടുതൽ. നെയ്യിൽ വറുത്ത് വെച്ച കാഷ്യൂ നട്ട്സും മല്ലിയിലയും തൂവി കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. അല്പസമയം കൂടെ ഒന്ന് അടച്ചു വയ്ക്കാം. അങ്ങനെ രുചികരമായ തക്കാളിച്ചോറ് റെഡിയായിട്ടുണ്ട്. സലാഡും പപ്പടവും നല്ല കോമ്പിനേഷനാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.